ഒരുപാട് സന്തോഷം. വൈക്കത്തൂർ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മെഗാ തിരുവാതിര സംഘടിപ്പിക്കുന്നത്. ആ മെഗാ തിരുവാതിരയിൽ അത് കോർഡിനേറ്റ് ചെയ്യാനും ഇവർക്കൊക്കെ നേതൃത്വം കൊടുക്കാനും ഞാനും എൻ്റെ ടീം ശിവഗംഗയും ചേർന്ന് നടത്തിയ ആ ഒരു അറ്റംപ്റ്റ് സക്സസ് ആയി എന്നാണ് ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് പറയാനുള്ളത്. അതിനോടൊപ്പം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു എൻ്റെ ഈ ടീമുകൾ. ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. 2 മാസമായി ഞങ്ങൾ ഈ പ്രാക്ടീസ് തുടങ്ങിയിട്ട്. എന്നോടൊപ്പം എൻ്റെ ടീം എല്ലാവരും, ഈ നാട്ടിലെ ആളുകളുണ്ട്, ഒരുപാട് ടീമുകൾ ദൂര സ്ഥലത്തു നിന്നുണ്ട്. കാടാമ്പുഴ, അങ്ങാടിപ്പുറം എടുത്തു പറയണില്ല, എല്ലാവരും അത്യാവശ്യം ദൂരത്തു നിന്നുള്ളവരാണ്. ഈ ഒരു പങ്കെടുത്തു എങ്ങനെയായിരുന്നു? ഒരു 250ഓളം പേര് ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു പരിപാടി സക്സസ് ആയി എന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കുറേ അമ്മമാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. കളിക്കാൻ അറിയാത്ത അമ്മമാർ അവരെ ആഗ്രഹം സഫലീകരിച്ചിട്ടുണ്ട് ഇവിടെ. നേതൃത്വം നൽകി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടോ? ഉണ്ട്. എൻ്റെ എഫേർട്ടിനേക്കാളും ഈ പ്രായമായ അമ്മമാരെ സന്തോഷം. അതേപോലെ കുട്ടികൾ ഒത്തിരി പേരുണ്ട്. ആദ്യമായിട്ട് കളിക്കുന്നവർ, പണ്ട് കുട്ടിക്കാലത്ത് കളിച്ചവർ ഇപ്പോൾ ഇവിടെ കളിച്ചിട്ടുണ്ട്. അതിൽ അവരുടെ സന്തോഷം, അപ്പോൾ അവരുടെയൊക്കെ സന്തോഷമാണ് എൻ്റെ ടീമിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നോട്ടുമാല കിട്ടി, ഒരുപാട് അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. വൈക്കത്തൂർ അപ്പൻ്റെ മുന്നിൽ ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ അത്രയും കൊണ്ടുവരണമെന്നേ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. അത് ഭഗവാന്റെ മുന്നിൽ ഈ കാലാവസ്ഥ കൊണ്ട് എന്താ ഉണ്ടാവുക എന്ന് നമുക്ക് ഒരു എന്താ പറയുക, ഞങ്ങൾ നിശ്ചയം ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ കുറച്ച് ദിവസം നല്ല ടെൻഷനിലായിരുന്നു. വൈക്കത്തൂരപ്പം കാത്തു, അതാണ് പറയാനുള്ളത്. അതാണ് വലിയ ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. ഒരു പക്ഷേ ഭാവിയിലും ഇത്തരത്തിൽ പരിപാടികൾ നടത്തുവാൻ ഒരു വലിയ ആത്മവിശ്വാസമാണ്. അതെ, നമുക്ക് ദൈവത്തിനപ്പുറം ഒന്നുമില്ല. അതാണ് എനിക്കിവിടെ ഇതിൽ പറയാനുള്ളത്. ഞങ്ങളുടെ എഫേർട്ട് അത് വേറെ ഭാഗം, ദൈവം ഒപ്പുണ്ടെങ്കിൽ എല്ലാം നേടിയെടുക്കാം. ചെറിയൊരു തിരുവാതിരയല്ല, വലിയ മെഗാ തിരുവാതിര. ഒരുപാട് ആളുകൾ നിയന്ത്രിക്കുക, ഒരുപക്ഷെ എല്ലാം വളരെ ഭംഗിയായി നടക്കാൻ ഒരുപക്ഷെ ഭഗവാന്റെ അതെ ദൈവത്തിൻ്റെ പിന്തുണയുണ്ട്. ഇത്രയും ജനങ്ങൾ നമ്മളിവിടെ സപ്പോർട്ട് ചെയ്തെത്തി. നമ്മുടെ ടീമിലെ അംഗങ്ങളും അവരുടെ ഫാമിലികളും, അങ്ങനെ എൻ്റെ ടീമും ഇതിൽ വന്നിട്ടുള്ള ഓരോ ടീമുകളും ഓരോ വ്യക്തികളും അത്രയും സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളിത് വിജയിപ്പിച്ചിട്ടുള്ളത്. താങ്ക് യു. ഏതായാലും വലിയൊരു ആവേശത്തിൽ തന്നെയാണ്. എല്ലാവർക്കും എന്താണ് പറയാനുള്ളത്? ഒരുപക്ഷെ ഒരുപാട് അംഗീകാരങ്ങൾ പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അതിനിവിടെ വൈക്കത്തൂരപ്പൻ്റെ മുന്നിൽ സാധിച്ചു. അത് നമ്മൾ കളിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരുന്നില്ല. മഴ നമ്മളെ ദൈവം കാത്തു. ഏറ്റവും അധികം കൂടുതൽ സന്തോഷിക്കും. ഓക്കെ, ജിഷേച്ചിയുടെ മനസ്സ് പോലെ തന്നെ എല്ലാം ഒരുപാട് നന്നായിട്ട്, എല്ലാം നല്ല ഭംഗിയായിട്ട്, തീർച്ചയായിട്ടും എല്ലാവരെയും ഇത്രയും പേരെ ഓരോരുത്തരെ പഠിപ്പിച്ചെടുത്തത് ഈ 2 മാസം കൊണ്ടാണ്. ശബ്ദം പോലും പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കാണുമ്പോൾ 10ൽ 10 മാർക്ക് കൊടുക്കുക. ഞാനൊക്കെ ജീവിതത്തിൽ ഒരിക്കലും സ്റ്റേജിൽ കയറാത്ത ഒരാളാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു തിരുവാതിര കളിക്കുന്നത്. അതിനുള്ള അവസരം ഒരുക്കി തന്ന നിഷയ്ക്ക് ഒരുപാട് താങ്ക്സ്. ഞാൻ ഒരു ഗ്രൂപ്പില്ല, ഞാൻ ഒറ്റയ്ക്കാ. എന്നാലും ഈ കുട്ടിയെ ആ സഹകരണം അധികം പ്രാക്ടീസും ഉണ്ടായിട്ടില്ല. എന്നാലും വളരെ സന്തോഷമായി. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഇത് നേടിത്തന്നത്. അതിന് വലിയൊരു അംഗീകാരം തന്നെയാണ്. പിന്നെ അത് തന്നെയല്ല, തീരെ അറിയാത്ത, ഇതുവരെയ്ക്ക് സ്റ്റേജിൽ ഒരു പരിപാടി ഇല്ലാത്ത ഒരുപാട് അമ്മമാർ ഇതിൽ കയറി കളിച്ചിട്ടുണ്ട്. അത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിന് നിഷ്ഠയോട് എത്ര നന്ദി പറഞ്ഞാലും തീരൂല. ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു പള്ളിവേട്ടയ്ക്ക് സമയമായി എന്ന് പറയുന്നു. ഓക്കെ, എല്ലാവരും ആവേശത്തിൽ തന്നെയാണ്. എന്താണ് പറയാനുള്ളത്? എല്ലാവരും ഹാപ്പിയാണ്? എനിക്ക് ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു മെഗാ തിരുവാതിരയിൽ പങ്കെടുക്കണമെന്ന്. അതിവിടെ വെച്ചിട്ട് നമ്മളെ വൈക്കത്തൂരപ്പൻ്റെ മുന്നിൽ വെച്ചിട്ട് അത് സാധിച്ചെടുത്തു. അതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയും. നമ്മളെ ഇവിടെ വന്നിരിക്കുന്ന ഓരോ മെമ്പേഴ്സിനും അറിയാത്തവർക്ക് ഓരോ ദിവസം എക്സ്ട്രാ ക്ലാസ് കൊടുത്ത് ജിഷ ചേച്ചിയുടെ ടീം വീട്ടിൽ തന്നെ നമ്മൾ എക്സ്ട്രാ പ്രാക്ടീസ് കൊടുത്ത് എല്ലാവരും ഒരേ രീതിയിൽ കളിക്കണം, എല്ലാവരും ഒരേ രീതിയിൽ സ്റ്റെപ്പ് എടുക്കണം എന്ന് ആഗ്രഹിച്ച് പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ്
ഇതുവരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ശിവഗംഗ ടീമിൻ്റെ ഓരോ അംഗങ്ങളുടെയും നമ്മൾ ടീമിൽ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും എക്സ്പെഷ്യലി പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. പറയാൻ വാക്കുകളില്ല, കാരണം അത്രയും സപ്പോർട്ടാണ്. ഇവരാണ് ഇതിൻ്റെ വിജയം, ശിവഗംഗ ടീമല്ല. ശിവഗംഗ ടീമിനെ വിജയിപ്പിച്ച ഓരോരുത്തർക്കും വാക്കുകളില്ല. മക്കൾക്ക് എന്താണ് സന്തോഷായി, ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ കളിക്കാൻ ജിഷാന്റെ ഇതാക്കിയല്ലേ. പ്രാക്ടീസ് ഒക്കെ സെറ്റ് ആയിരുന്നു. ജിഷാന്റെ വീഡിയോ ഒക്കെ എടുത്ത് അയച്ച് സെറ്റ് സന്തോഷം പറയാണ്ട് ഭയങ്കര സന്തോഷമായി. എന്താണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു തിരുവാതിരയിൽ ചേരുന്നത്. സ്കൂൾ കാലത്ത് കുറേ മുമ്പ് പഠിച്ചതായിരുന്നു. ഇപ്പോൾ ഫസ്റ്റിലാണ് ഇവിടെ വൈക്കത്തൂരപ്പൻ്റെ മുന്നിൽ കളിക്കാൻ പറ്റിയത്. അതിൽ വലിയ സന്തോഷമുണ്ട്. കേമാക്കണം കേട്ടോ അടുത്ത വർഷം. ജിഷന്റെ പ്രയത്നം ഞങ്ങൾക്ക് ഇതിൽ ഈ വൈക്കത്തൂരപ്പൻ്റെ ഈ വേദിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നെ ജിഷനോട് ഒരുപാട് നന്ദി പറയാം. കളിച്ചു ഒരു 2.5 മാസമായിട്ടുണ്ടാവും. തയ്യാറെടുത്തിരുന്നു. അടിപൊളിയായിരുന്നു. കളിച്ചു പറ്റണ പോലെ കളിച്ചു. ഞങ്ങളെ ടീച്ചർക്ക് നന്ദി. ഏതായാലും ഈ വൈക്കത്തൂരപ്പൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ജിഷ ബാബുവിനാണ് ഏറ്റവും വലിയ നന്ദി പറയുന്നത്. നന്നായി പ്രാക്ടീസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അവൾ പറഞ്ഞു തന്നിരുന്നു. പിന്നെ ഇപ്പം ജിഷ 1000 നന്ദി അത്ര പറയുള്ളൂ. അതെ ഉണ്ടായി തീർച്ചയായും. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെറിയ തെറ്റുകളൊക്കെ വരാറുണ്ടെങ്കിലും പക്ഷെ ഇന്നത്തെ കളിയിൽ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഉഷാറായി. അടിപൊളിയായിരുന്നു. വിചാരിക്കാനും കാട്ടി ഗംഭീരായിട്ട് ഈ പരിപാടി നടന്നു. പൊളിച്ചു. ഇത്രയും ടീമിനെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ എല്ലാവർക്കും കഴിയില്ല. അതിൽ അടിപൊളിയായിട്ട് തീർച്ചയായിട്ടും ഒന്നും പറയില്ല. ഞങ്ങളവിടെ എത്തിച്ചതിലും ഞങ്ങൾ ഇങ്ങനെ ഒരു ടീച്ചറെ ഏൽപ്പിച്ചതിലും വളരെ സന്തോഷം. എല്ലാവരോടും എന്താണ് പറയാനുള്ളത്? അവസാനമായി എന്താണ് ഇനി പറയാനുള്ളത്? എൻ്റെ കൂടെ ഇവിടെ എല്ലാ ടീമുകളും എല്ലാ മെമ്പേഴ്സും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അതിൽ ഇവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതാണ് ഇപ്പം ഇവിടെ ഞാൻ കണ്ടത്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വൈക്കത്തൂരപ്പൻ നമ്മളെ ഇത്രയും എൻ്റെ ടീമിനെയും ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഇത്രയും ഞങ്ങൾക്ക് നല്ലൊരു പേരും പ്രശംസയാണ് കിട്ടിയത്. ശിവഗംഗ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടീം അംഗങ്ങൾ ശിവഗംഗയിൽ മാത്രമേ ഉള്ളൂ. അവിടെ ഞങ്ങൾ വേറെ എവിടെയും കളിക്കുന്നില്ല. ശിവഗംഗ മെമ്പേഴ്സ് അതിൽ തന്നെ നിലനിൽക്കണം എന്ന് എനിക്ക് വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. അത് ഞാൻ എപ്പോഴും ജിഷ ബാബു ശിവഗംഗ എന്നാണ് കൊടുക്കാറ്. അത് ഒന്നും ഉണ്ടായിട്ടല്ല, ഭഗവാന്റെ ദേവിയുടെയും കൂടെ എനിക്ക് അറിയപ്പെടണം. അച്ഛൻ്റെ അമ്മയുടെയും കൂടെയാണ് എല്ലാവരും അറിയപ്പെടുക. ഞാൻ എൻ്റെ തിരുവാതിരേനെ ജിഷ ബാബു ശിവഗംഗ എന്നാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. പാട്ട് കാര്യങ്ങൾ സെറ്റാക്കിയതും ഇതിലെ സ്റ്റെപ്പ് അമ്മമാർക്ക് മറ്റുള്ളവർ കളിക്കും, എനിക്കറിയാം. സ്റ്റെപ്പ് പറഞ്ഞാൽ അവർ കളിക്കും. പക്ഷെ ഇതിൽ കളിക്കാത്ത അമ്മമാരുണ്ട്. ഒരവസരം ഭഗവാന്റെ മുന്നിൽ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചവർ, അവർക്കൊരു അവസരം നേടിക്കൊടുക്കുമ്പോൾ അവർക്ക് പറ്റുന്ന സ്റ്റെപ്പ് കൊടുക്കണം. ആ സ്റ്റെപ്പുകളൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. അതാണ് അങ്ങനെ സംവിധാനം എന്ന് കൊടുക്കാനൊരു കാരണം. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ 18 കാരറ്റ് ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ്. വിവാഹ പർച്ചേസുകൾക്ക് 2.5% മുതൽ പണിക്കൂലി. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം. കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി.